നമസ്കാരം. ഇലക്ട്രണിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കേരള സർക്കാരിന്റെ 2025 ഏപ്രിൽ 30 ഗസറ്റിലാണ് നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്. കേരള പബ്ലിക് വർക്ക്സ് ഇലക്ട്രിക്കൽ വിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ലൈൻമാൻമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞത് ഏപ്രിൽ 30 ഗസറ്റിലാണ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ജൂൺ 4 ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 4/6/2025. അപ്പൊ ഈ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ളത് 32/2025 എന്നുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മൾ കേരള PSCക്ക് ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്ന ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പിന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് എത്ര പോസ്റ്റ് വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ആദ്യം ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അതെങ്ങനെയാണെന്ന് പറയാം. അപ്പൊ ഇത് ഈ ഡിപ്പാർട്ട്മെന്റ് പബ്ലിക് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇലക്ട്രിക്കൽ വിംഗിലേക്കാണ് ഈ വേക്കൻസി. പോസ്റ്റിന്റെ പേര് ലൈൻമാൻ എന്നുള്ളതാണ്. ശമ്പള സ്കെയിൽ 26,500 മുതൽ 60,700 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും വേക്കൻസികളെ. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലെ പ്രതീക്ഷിക്കുന്ന ഒഴിവുകളിലേക്കാണ്. എണ്ണം പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കുക. നേരിട്ടുള്ള നിയമനമായിരിക്കും. പ്രായം പറഞ്ഞിട്ടുള്ളത് 19-നും 36-നും ഇടയ്ക്കാണ്. അതായത് 2/1/89-നും 1/1/2006-നും ഇടയിൽ, ഈ 2 ദിവസം ഉൾപ്പെടെ ഇടയിൽ ജനിച്ചവരായിരിക്കണം. എന്നാൽ SC/STക്കാരാണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രിമിനലുകാർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വാളിഫിക്കേഷൻസ് വന്നിട്ട് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഒരു വർഷത്തെയെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് ഗവൺമെന്റ് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഒരു വർഷത്തെയെങ്കിലും ലെങ്ത് ഉള്ള ഗവൺമെന്റ് അംഗീകാര സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ സിറ്റി ആൻഡ് ഗിൽസ് എക്സാമിനേഷൻ, അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന അത് പാസ്സായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ MGT അല്ലെങ്കിൽ KGT സർട്ടിഫിക്കറ്റ് ഹയർ, അത് ഇലക്ട്രിക്കൽ ലൈറ്റ് ആൻഡ് പവറിൽ ഉണ്ടായിരിക്കുക. ഗ്രേഡ് 3 സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ലൈൻമാൻ ഫ്രം വാർ ടെക്നിക്കൽ ട്രെയിനിങ് സെന്റർ, അതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് പ്രത്യേകിച്ച് 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുള്ള ഒരു വർഷത്തെ ഒരു കോഴ്സെങ്കിലും കംപ്ലീറ്റ് ചെയ്തവർക്ക്, ഗവൺമെന്റ് അംഗീകാര കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്തെങ്കിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ കേരള PSC വെബ്സൈറ്റായ www.keralapsc.gov.in എന്ന സൈറ്റിൽ പോവുക. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ കൊടുത്തൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ലഭിക്കുന്ന യൂസർ IDയും പാസ്വേഡ് വെച്ച് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്ത് കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രൊഫൈൽ ഉണ്ടാക്കുന്നെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഒരിക്കൽ ഫോട്ടോഗ്രാഫിന് 10 വർഷത്തേക്ക് അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. പിന്നെ കാര്യം പ്രത്യേകിച്ച് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾ കേരള PSCക്ക് അപേക്ഷിക്കാൻ പറ്റും. അപേക്ഷാ ഫീസൊന്നുമില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ സത്യസന്ധമായ വിവരങ്ങളൊക്കെ നൽകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. അങ്ങനെയാണ് നിങ്ങൾ പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് കേരള PSCയുമായിട്ട് ബന്ധപ്പെടേണ്ട അവസരം വന്നു കഴിഞ്ഞാൽ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ടെസ്റ്റിന് പോകുമ്പോഴോ ഒക്കെ ഉള്ള ID പ്രൂഫായിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു, ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ജൂൺ 4 ആണ്. വെബ്സൈറ്റ് ഇങ്ങനെ ഞാൻ പറയാം, www.keralapsc.gov.in എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് റിട്ടൺ ടെസ്റ്റ്, OMR ടെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതാമെന്നൊരു കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് പരീക്ഷയ്ക്ക് 2 ആഴ്ച മുമ്പ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പരീക്ഷ എഴുതാനായിട്ട് പറ്റുള്ളൂ എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.